അർഷദ് നമസ്കാരം. നമസ്കാരം. എന്തെങ്കിലും വിശേഷങ്ങൾ? വിശേഷങ്ങളാണ്, മൊത്തം വിശേഷങ്ങളാണല്ലേ. കുറെ അടിപൊളി കുട്ടികളൊക്കെ വളർത്തുന്നുണ്ടെന്നല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് നമുക്ക് സൗകര്യമായല്ലോ. നേരത്തെ നമ്മുടെ ഫാം, പുതിയ ഫാം മൊത്തം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയ ഫാം എല്ലാം നിറഞ്ഞിട്ടുണ്ട്, ഫുള്ള് പശുക്കൾ. എല്ലാരും പറയുന്നത് കച്ചവടം മാത്രമേ ഉള്ളൂ, ഇത് പശു വളർത്തുന്നില്ല. അപ്പൊ ഇപ്പോ നേരത്തെ ആ കുട്ടികൾ അത്ര സജസ്റ്റ് ചെയ്തിരുന്നല്ല, ഇപ്പോ കുറച്ചായിട്ട് കുട്ടികളെ നിർത്തണം. നേരത്തെ പലരും പറയിട്ട് എന്നെ കൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ എനിക്ക് കുട്ടികൾ നിർത്താനുള്ള സോഴ്സ് ഇല്ല ഇവിടെ, വെയിലുമാണ്, മഴയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ നിർത്താത്തത്. പിന്നെ നല്ല സമയം കുത്തിവെച്ച് ഇറക്കുന്ന കുട്ടികളെ ധൈര്യത്തിൽ നിർത്താം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടികളെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഉപകാരമില്ല. നല്ലത് കുത്തിവെച്ച പോലൊക്കെ നല്ല സമയം കുത്തിവെച്ച് ഇറക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് തന്നെയാണ്. ഇതിപ്പോ ABSന്റെ കുട്ടികളാണ് അല്ലേ? ഇതൊക്കെ എത്ര ലിറ്റർ വരെ കിട്ടിയ മദറിൽ കുത്തിവെച്ചിട്ടുള്ളത്? ഇത് നമുക്കൊരു 30 വന്ന രണ്ട് പശുക്കളും 30 അബോ ഒന്നേന്റെയാണ് നമ്മൾ കുത്തിവെച്ചിട്ടുള്ളത്. അപ്പൊ നല്ല മദറിൽ കുത്തിവെച്ചാലാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റിയിലുള്ള നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കാണിക്കാം ലൈവായിട്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന പശുക്കൾ ഏകദേശം എത്രയൊക്കെ കാണും മൊത്തത്തില്? എല്ലാ അതായത് നമ്മൾ ഷെഡില് 20+ മാത്രമാണ് ഷെഡിൽ നിർത്തുള്ളൂ. അതായത് കുറവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരിക്കലും നമ്മൾ നിർത്തില്ല. വന്നതിൽ എത്ര ലോസ് സംഭവിച്ചാലും അതിനെ നിർത്തി കറന്നിട്ട് നമുക്ക് മുതലാക്കി എടുക്കൽ പറ്റത്തില്ല. അപ്പൊ 10, 20,000, 30,000 നോക്കാൻ നമ്മളത് കൈമാറി വിടുക തന്നെ ചെയ്യും. 20 മേലുള്ളത് മാത്രം. ഇതിപ്പോ പല രീതികളുണ്ട്. ചെനയിൽ കയറി നിൽക്കുന്നതുണ്ട്, 3 മാസ ചെന, 5 മാസ ചെന, 7 മാസ ചെന, എല്ലാ ടൈപ്പും ഇപ്പോ നമുക്ക് ഷെഡിലുണ്ട്. പിന്നെ ഇവിടുന്ന് പഞ്ചാബിലൊക്കെ പോയി നമ്മള് പഞ്ചാബിൽ നിന്ന് ഇന്നലെയാണ് ലോഡ് എത്തിയിട്ടുള്ളത് പശുക്കള്. അപ്പൊ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ഉടവുണ്ടാവും, അറിയാലോ. 7-8 ദിവസം അത്രയും പട്ടി കടന്നിട്ട് അവര് കൊണ്ട് വേറെ സാരി മേടിച്ച് ഒന്ന് എന്താ വെച്ചാല് ഫീഡ് ചെയ്ത പാല് ലോഡാകും. അവരിക്കും കാര്യങ്ങൾ ഇന്നലെ 8 മണിയാകുമ്പോഴാണ് നമുക്ക് മൂക്കയറുണ്ടാവില്ല. അവിടെ മൂക്കയറൊന്നും 7 ദിവസം പട്ടിണി കിടന്ന് വെച്ചാണ് ബുദ്ധിമുട്ടാ. ഒപ്പത്തിന് നിൽക്കും. ഇനിയിപ്പോ സെറ്റാക്കി എടുക്കണം. നമുക്കൊരു 1 മാസം കൊണ്ട് നമുക്ക് സ്റ്റഡി ആയിട്ട് ഒരു വീഡിയോ കൂടി നമുക്ക് സെറ്റാക്കിയിട്ടുള്ള ഉറപ്പായിട്ട് എത്ര വരെ പാല് കിട്ടുമെന്നൊന്നും അറിയണല്ലോ. എല്ലാം നല്ല ഹെവി ഹൈറ്റ് ഉള്ള ഫസ്റ്റ് ലാക്ടേഷനിലാണ്. ഇത് നമ്മൾ പഞ്ചാബിൽ കാണുമ്പോ ഇതൊന്നും എല്ലാവരും പിന്നെ ഒരാഴ്ചത്തോളം ഒരാഴ്ച 8 ദിവസം ശരിക്കും റണ്ണിങ്ങിൽ പശുക്കളാണ് ഈ കാണുന്നത്. എന്താണ് ഇത്രയും റിസ്ക് എടുത്ത് പഞ്ചാബിൽ പോയി ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം എന്താണ്? അതായത് നമ്മള് എപ്പോഴും ഓരോ സ്റ്റെപ്പ്, ആദ്യം നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിർത്തും, അത് കഴിഞ്ഞ് കർണാടകയിൽ എത്തി. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ എല്ലായിടത്തും പറച്ചില് മാത്രമേ ഉള്ളൂ. പഞ്ചാബ് പശുക്കള് ഇത്ര 90 റെക്കോർഡാണ്, 80 റെക്കോർഡാണ് എന്നുള്ളത് കുറച്ചായിട്ട് മനസ്സിലുള്ള ആഗ്രഹമാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഒരു ലോഡായിട്ട് ഇപ്പോ എല്ലാ ടൈപ്പിലും കൊണ്ടുവന്ന്, ചെനയിൽ കൊണ്ടുവന്ന്, പ്രസവിച്ച് കൊണ്ടുവന്ന്, 7 മാസ ചെന, നിറച്ചെന എല്ലാം കൊണ്ടുവന്നു. ഇത് ഞാൻ പറയാലോ, ഇതൊരു ടെസ്റ്റിംഗ് മാത്രമാണ്. ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു 100 എണ്ണത്തോളം ഇവിടെ എന്തായാലും എത്തിക്കും. കച്ചവടം പറയണ്. എനിക്ക് കച്ചവടം ചെയ്യാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്ര വലിയ ഷെഡൊന്നും ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്നവർക്ക് അറിയാം, കറവയിലുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കച്ചവടം എന്നുള്ളത് ഒരു സൈഡ് നമുക്ക് ആവശ്യക്കാർ ചോദിക്കുന്നത് എടുക്കുന്നത് കൊടുക്കുന്നത് തന്നെ ഉള്ളൂ. എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കെട്ടി നിർത്തിയിട്ടുള്ള കച്ചവടം ഇവിടെ എപ്പോഴും ഇല്ല. ആഴ്ചയിൽ നല്ല പശുക്കൾ ആഴ്ചയിൽ ഒരു ലോഡ് വരുന്നു, മാന്യമായിട്ട് പഞ്ചാബിൽ കൊണ്ടുവന്ന് സക്സസ് ആണെങ്കിൽ വീണ്ടും നമുക്ക് നല്ല കർഷകർക്ക് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ളതും കൂടി 100%. ഞങ്ങൾ ആദ്യം നോക്കി ഞങ്ങൾക്ക് റിസൾട്ട് ആണെങ്കിൽ ഞങ്ങൾ അത് ഇവിടെ എല്ലാവർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാൻ. ഇപ്പൊ തന്നെ നമ്മൾ ഈ 1-2 വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരെണ്ണത് ആര് വിളിച്ചാലും ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഒന്നാമത് നമ്മൾ ഒരു നെഗറ്റീവ് ഇല്ലാതെ ക്ലീൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ പിന്നെ ഇത് നമ്മൾ റിസൾട്ട് ആക്കി ഇതില് നമ്മള് 35+ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ലോഡ് കൊണ്ടുവരും. ഇപ്പൊ ട്രക്കിലാ വന്നത്. ഇനിയിപ്പോ അത് ട്രെയിനിലേക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് എത്തിയ ഒന്നുകൂടി പക്ക റിസൾട്ട് ആയിട്ട്. എത്ര ദിവസം എടുത്തു നമ്മൾ പർച്ചേസ് ചെയ്ത്? 7 ദിവസം റൺ ചെയ്തിട്ടാണ്. നൈറ്റ് മാത്രം റണ്ണിങ്, ഇടയിലൊന്ന് പ്രസവിക്കുമ്പോൾ ആ ദിവസം അവർ റൺ ചെയ്യില്ല. ശരിക്കും 5 ദിവസം 5.5 ദിവസത്തിനുള്ളിൽ എത്തേണ്ടതാണ്. 2 മാടുകൾ ഡെലിവറി കഴിഞ്ഞ കാരണം 2 ദിവസം റൺ ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെ വെള്ളം എന്തൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരും? അതായത് ഞങ്ങൾ അവിടുന്ന് തന്നെ വരുമ്പോ കുറച്ച് ഫീഡ് നല്ലൊക്കെ കുറവാണ്. അതേപോലെ തന്നെ മെഡിസിൻസ് എല്ലാം കൂടി 30,000 രൂപയുടെ ഫീഡും മെഡിസിൻസും നമ്മൾ ട്രക്കിൽ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഒരു ട്രക്കിൽ വരാനോ ഒരാളാണ് വർക്കർ, കൂടെ ഒരു വർക്കർ ഉണ്ടാവും. 20,000 ആണ്. നമ്മൾ ഫസ്റ്റത്തെ വരവായത് കാരണം
രണ്ടുപേരെ 40,000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനുള്ളത് അറിയുന്നുണ്ട്. ഹെൽത്ത് വൈസ് നമ്മളെ പോലുള്ളവർക്ക് വളർത്തുന്നവർക്ക് അറിയാറാവില്ല കേട്ടോ. എന്നാൽ ഇത്ര ദിവസം അവര് ഫുഡ് കഴിച്ചിട്ട് പക്ഷെ ഒരു രക്ഷയില്ല. വന്ന് ഇറങ്ങുമ്പോ തന്നെ കുതിര പോലെയാണ്. ഹെൽത്ത് വൈസ് വിഷയമില്ല. ഈ ഉടവും പാല് കുറവും നമുക്ക് എങ്ങനെ നമുക്ക് കയറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്കത് എന്തായാലും നമ്മള് അതിന് ശേഷം നമ്മള് ഇതുപോലെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഈ ബോഡി സൈസിൽ നിർത്താൻ പറ്റും. ഇതേപോലെ നമ്മൾ സൈസും റെഡി ആക്കി എടുക്കില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്ന പശുക്കളോട്ട് ഇവിടൊക്കെ എന്ത് കറക്കുന്നു? ഇവിടൊക്കെ എത്ര കറക്കുന്നുണ്ട് നമുക്ക്? ഇവളിപ്പോ ചനലാണ്. ശരി ശരി. ചനലാണ്. ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ നമുക്കിപ്പോ ഇവിടെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു കറക്കുള്ള പശുവിനെ ഞാൻ കാണിച്ചു. ഓക്കെ. ഇവിടെ നമുക്ക് 38 കറന്നു വരുന്ന പശു. 38 നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടാം. ഇപ്പൊ അത് ഒരു 32ലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 4 മാസം കഴിഞ്ഞു. ഇപ്പൊ ഒരു 32 ഇപ്പോഴും അത് പശു തരുന്നത്. ഇത് നമ്മൾ എവിടുന്ന് കൊണ്ടുവന്ന പശു വരുന്നത്? ഇത് നമ്മൾ ചിന്താമണി പശു തന്നെയാണ്. ചിന്താമണി പശുവാണ് അല്ലേ? 32 ആയി. 38 ആണ് ഇത് നമുക്ക് കറന്ന് തങ്ങി വരുന്നത്. അതായത് ഇപ്പൊ ഒരു 4 മാസമായി 32ലേക്ക് നമുക്ക് ഡെയിലി ഒരു 82 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവര് 1-2 പേര് അതുപോലെ തന്നെ 30 ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ആവറേജ് നമ്മൾ 30 ആക്കാനാണോ ശ്രമിക്കുന്നത്? അതെ, ഇതിപ്പോ ഏകദേശം 30 ലെവലിലേക്കൊക്കെ ഇവളും. പക്ഷെ ഇതിന് മടി അർഷാദ് ഒരു കാര്യം, ഇതിന് മടി കുറവാണ്. പല ആൾക്കാർക്കും 30 എന്ന് പറയുമ്പോൾ മടിയില്ല എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. ഈ സാധനം ലോഡാവും. കുറച്ച് മുന്നേ അടുത്തേക്ക് അത് കാണായിരുന്നു. ഇപ്പൊ അതിന്റെ കറവ് കഴിഞ്ഞ് ഒഴിച്ച് കാണും. ഓക്കെ. കാരണം ഈ കാണുന്നേ 30 എന്നൊക്കെ പറഞ്ഞ പഴയ ആൾക്കാരാണ്. പലരും ഓരോ മടി ഇതാ ഈ കാണുന്ന പശു മടി കണ്ടില്ല. പക്ഷെ അവിടെ 22 നമുക്ക് തരുള്ളൂ. പക്ഷെ ഇത് കണ്ട 50 കറക്കും പറയും പലരും. അത് നമ്മളുടെ വ്യത്യാസമാണ്. ബ്രീഡ് തമ്മിൽ വ്യത്യാസമാണ്. നമ്മളുടെ വ്യത്യാസം അവരുടെ സൈസ്, മടിപ്പവറും മടി സൈസ്. ശരി ശരി. ഇത് മൂക്കൊന്നും കുത്തിയിട്ടില്ലല്ലോ? ഏതാ? ഇല്ല, ഇത് മൂക്കാര് റിലീസ് ചെയ്ത് വിട്ടതാണ്. അല്ലേ? പാല് കൂടുതലുള്ളതുകൊണ്ടാണോ റിലീസ് ചെയ്തത്? അല്ല, നമ്മൾ മാക്സിമം എല്ലാത്തിനും ഇപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിൽ പോകുമ്പോൾ പല കാര്യങ്ങളും പുതുതായി നമ്മൾ പഠിക്കാൻ പറ്റും. ഒരു പശുക്കൾക്കും അവിടെ മൂക്കയറില്ല. ഇതിനും എരുമക്ക് വരെ അതാണ് നമുക്ക് ഭയങ്കരമായിട്ട്. പക്ഷെ അത് അങ്ങനെ ശീലിപ്പിച്ചാൽ അത് വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അവര് അതിൽ തന്നെ മരുന്ന് കൊടുക്കുന്നത്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എല്ലാവരും എന്ത് ചെയ്യണ്ടെങ്കിൽ മൂക്കയറില്ലാതെ അതൊക്കെ അവിടെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റണല്ലോ. അതുപോലെ തന്നെ അവര് നിർത്തുന്ന രീതിയാണെങ്കിൽ മുട്ടിന് വരെ ചേറ്റിലാണ് കറവുള്ള പശുക്കൾ വരെ. കഴുകലെല്ലാം ഒന്നുമില്ല. മിൽക്കിംഗ് പാർലറിലേക്ക് വരും, ജസ്റ്റ് അവിടെ മാത്രം ചേഞ്ച് ചെയ്യും. പക്ഷെ അവിടെ പക്ക ഡിപ്പിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു നേരം കറന്ന് കാണിച്ചാൽ കൂടി കൈ എടുത്തു കഴിഞ്ഞാൽ ഡിപ്പിംഗ് അവിടെ മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ മസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്രയാണ് നമ്മളൊരു ഡെയിലി പ്രൊഡക്ഷൻ ഒക്കെ എത്രയായിട്ടുണ്ട്? ഇപ്പൊ നമുക്കൊരു 700 ലിറ്ററിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി എത്രയാണ് ഒരു ടാർഗറ്റ്? നമുക്ക് ടാർഗറ്റ് എന്തായാലും നമ്മള് ഒരു 5000ലേക്ക് എത്തിക്കണം മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ 5000 പറഞ്ഞില്ലേ. ഞാൻ 5 വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളൊരു വീഡിയോ വരുമ്പോ ഞാന് അന്ന് 500 ലിറ്ററാ പറഞ്ഞിരുന്നു. അപ്പൊ പലരും പല രീതിക്കുള്ള കമന്റ് വന്നിട്ടുണ്ട്. 500 താണ്ടി 700-ലെത്തി. അപ്പൊ നമുക്കത് 5000 എന്തായാലും എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. അടുത്ത ഷെഡിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ എൻഡ് വരെ നമ്മൾ മുട്ടി. പിന്നെ അതേപോലെ തന്നെ ഇടയിലും ഒരു ഷെഡ് കൂടി വരും. 3 ഷെഡായിട്ട് 90 പശുക്കൾ വെച്ചിട്ട് ഒരു 3 ഷെഡിൽ ഇവിടെ നിൽക്കും. പിന്നെ നമുക്ക് താഴോട്ട് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് സ്ഥലമുണ്ട്. അത് മൊത്തം ഒരു 3 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ്. പുൽകൃഷി ഉണ്ടോ നമുക്കതോ? പുൽകൃഷി ഉണ്ടോ? ഇല്ല, ഞാൻ 3 വർഷമായിട്ട് സൈലേജ് തന്നെയാണ് കൊടുക്കുന്നത്. പുല്ലിലേക്ക് ഇതേവരെ ഞാൻ തിരിഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ടൗൺ പരിസരവും. അപ്പൊ ഈ ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോൾ അതിനുള്ള സോഴ്സ് സ്ഥലങ്ങൾ എന്തായാലും കിട്ടത്തില്ല. പിന്നെ ചിറ്റൂര്, കൊഴിഞ്ഞാമ്പറ ആ ഭാഗത്ത് പോകുമ്പോഴാണ് അവിടെ 30-35 കിലോമീറ്റർ വ്യത്യാസം. അപ്പൊ ആദ്യം ഞാൻ ഫാം ചെയ്തപ്പോ എനിക്ക് പറ്റിയ ഫെയിലിയർ അതായിരുന്നു. ഒരു 30 കിലോമീറ്റർ നമ്മൾ പണിക്കാരെ പറ്റി പോക്ക് വരും. അതിൽ പശുക്കൾ ചത്തുപോകുക, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് സംഭവിച്ചു. പിന്നെ 2 കൊല്ലമാണ് വീടിന് പരിസരത്ത് സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ ഗ്യാപ്പ് ഇട്ടത്. ഫാം മൊത്തം സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ഈ സ്ഥലം സെറ്റ് ആയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ 3-3.5 വർഷത്തോളമായിട്ട് വീണ്ടും തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ഫെയിലിയർ തന്നെയായിരുന്നു. നല്ല പശുക്കളായിരുന്നില്ല. പിന്നെ പോത്ത്, ആട്, കോഴി ഫുള്ള് ലോസായി. പിന്നെ വൈഫിന്റെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ വെച്ച് കുറെ കാര്യങ്ങൾ ഇതിന് മുന്നിൽ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അർഷാദ് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്നവരെ കൊണ്ട് പറയാനുള്ളതാണ്.
ഞങ്ങള് ആദ്യം ഒരു 1.5-2 വർഷത്തോളം 25 പശു വരെ ഞാനും സമ്മതം നല്ലോണം വേർപ്പൊഴിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. എന്താ വെച്ചാൽ വഴി പോലും ഉണ്ടായിരുന്നില്ല. വഴിയില്ലാതെ ഈ കറന്ന പാല് 40 ലിറ്റർ ക്യാന് ചേറ്റിക്കൂടെയാണ് ഇത്രക്കുള്ള ചേറ്റിക്കൂടെ കൊണ്ടുവരും, തീറ്റ കടത്തല്. അപ്പൊ ഭയങ്കര അന്ന് നമ്മള് വീഡിയോ എടുക്കാൻ ഒന്നിനുള്ള സമയമില്ല സത്യം പറഞ്ഞു പറഞ്ഞത്. അത്രയും റിസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിലേക്ക് എത്തുന്നത് സത്യം പറഞ്ഞത്. ഫുഡൊക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യലി കൊടുക്കുന്നത്? ഇതിലിപ്പോ നമ്മള് കൊടുക്കുന്നത് വന്നിട്ട് 5 ഐറ്റം തവിട് ഐറ്റംസ് ഇതിലുണ്ട്. അതായത് നമ്മൾ 1 സോയയുടെ തവിട്, 2 ചോളത്തിന്റെ പൊടി, പിന്നെ ഗോതമ്പിന്റെ നൈസ് തവിട്, പിന്നെ അതിന് ഓട്സിന്റെ തവിട്, പിന്നെ GDD 5 ഐറ്റം പൊടി ഐറ്റും. അതുപോലെ ശാന്തിയുടെ അൽറ്റിമക്കസ് പെല്ലറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് പക്ഷേ പെല്ലറ്റിന്റെ അളവ് വളരെ കുറവാണ്. ഒരു 1.5 കിലോ പെല്ലറ്റും ബാക്കി അതായത് 20 ലിറ്റർ ഇറക്കുന്ന പശുവിന് ഞാൻ ഒരു 4 കിലോ ഫീഡാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് ഈ ടൈം ആയാലും തടിയിലൊന്നും എന്റെ ഒരുപാട് വേരിയേഷനിൽ എന്തായാലും നിൽക്കൂല. ഹെൽത്ത് വൈസ് എല്ലാം ഇതൊക്കെ നോക്കും. ഞാൻ ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോ ഫസ്റ്റ് ഉണ്ടായിരുന്ന പശുവാണ്. ആദ്യം 5 എണ്ണത്തിന് വാങ്ങിയ ഒരു 3-3.5 വർഷം ഇവിടെ 3 വർഷം കഴിഞ്ഞ പശു എന്റെ അടുത്ത്. പക്ഷെ ഇപ്പോഴും അവളൊരു 28 ലിറ്റർ പാലുണ്ട്. അതിൽ കൂടുതൽ വരണ്ടാണ് ഈ സൈഡ് കുറച്ച് കുറവാണ്, ചെറിയ ഇരിക്കാ സൈഡ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നത്തിന് സംഭവിച്ചു പോയതായിരുന്നു. അപ്പൊ ഞാന് പാൽപ്പല്ലിൽ കൊണ്ടുവന്ന കുട്ടിയായിരുന്നു. 3 വർഷത്തിലുള്ള പശുവാണ്. പക്ഷെ ആദ്യത്തെ ഡെലിവറിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് വെറും 19 ലിറ്റർ ആണ്. അത് ഞാൻ പറയണം. അത് നേരെ രണ്ടാമത്തെ പ്രസവത്തേക്ക് 26 പിന്നെ ഏകദേശം ഒരു 29 കഷ്ടി നിന്നിട്ട് പാല് അല്ലെങ്കിൽ 30 മേലെ വരുന്നതാണ്. പക്ഷെ ഒരു ചെറിയ കുറവുള്ളത് കാരണം അതിൽ ബ്ലാക്ക് മെജോറിറ്റി ആണ് കൂടുതൽ. ബ്ലാക്ക് മെജോറിറ്റി കൂടുതൽ. ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മളെ 2 പല്ലിൽ കൊണ്ടുവന്ന പശുവാണ്. ഇപ്പൊ ചെന്നൈയിലാണ് ഉള്ളു. ശരി ശരി. ഇതിനെല്ലാം മൂക്കി മാറ്റിയിട്ടേക്കാണ്. മാക്സിമം ഒരുപാട് ഫ്രീ ആക്കിയിട്ടേക്കാ. ഫ്രീ ആക്കണം. ഇതൊക്കെ ആകുമ്പോൾ പഞ്ചായത്ത് പോകുമ്പോൾ നമുക്ക് അറിയുന്ന കേട്ടോ. അപ്പൊ ആ കിടക്കുന്ന നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ പിന്നെ ഈ പുതിയൊരു ഷെഡിലേക്ക് വന്നപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ പശുക്കൾക്ക് എന്തെങ്കിലും ഫ്രീ ആയോ? പശുക്കൾക്ക് പറയുമ്പോ അവിടെ നെരിങ്ങി നിന്നതാ. അത്യാവശ്യം ഞമ്മക്കാണെങ്കിൽ സ്പേസ് കണ്ടില്ലേ. ഇപ്പൊ രാവിലെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഏത് ഡ്രസ്സിൽ വന്നാലും അതിനെത്ര സ്പേസ് കൊടുത്തേക്കും. നമുക്ക് പെട്ടെന്ന് വാലുകൊണ്ട് അടിച്ചാൽ പിടിച്ചാലും പെട്ടെന്നുള്ള തെരുക്കിലെ കാര്യങ്ങളില്ല. ഇനി ഇതിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഓരോന്ന് ചെയ്യുമ്പോഴല്ല. നേരത്തെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷെഡായിരുന്നു. അപ്പൊ ഞാനിതെന്താണ് എത്ര ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്, ഇതാകുമ്പോ ഒരു പശു കൈയെടുത്ത് വെക്കില്ല. ഫില്ലിങ് കുറച്ച് കൂടുതലാക്കിയിട്ട് വലിയ പശുക്കളാണ് എല്ലാവരും നിന്ന പൊസിഷനിൽ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്ര ഹൈറ്റ് നിൽക്കുമ്പോ നമുക്ക് എത്ര ഹൈറ്റുള്ള പശുവാണെങ്കിലും കൈയെടുത്ത് വെക്കാൻ അതുപോലെ തന്നെ മൂക്കാരില്ലെങ്കിൽ കൂടിയിട്ടോ അവർ ഫ്രീ ആയിട്ട് നിന്നോളൂ. വേറെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും മാക്സിമം ഈ ഷെഡിന് ഇടാതിരിക്കും. ശരി ശരി. ഇങ്ങനെ മിൽക്കിങ് എത്ര 2-3 ബക്കറ്റിലാണോ നമ്മൾ ചെയ്യുന്നത്? അതെ, നമ്മളിപ്പോൾ 4 ബക്കറ്റ് മൊത്തം മിൽക്കിങ് ചെയ്യുന്നത്. ഇപ്പൊ മൂപ്പര് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. പഠിക്കാൻ വന്നതാണോ? അതെ. നമസ്കാരം. ഞാൻ സ്ഥലം എവിടെയാ? തിരുവനന്തപുരം. പേരെങ്ങനെ? രാജൻ. പഠിക്കാനായിട്ട് ഇറങ്ങിയാണോ? ട്രെയിനിങ് ഒക്കെ ഉണ്ടോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. നമ്മളിപ്പോ ഒരു സ്ക്രീന് വെച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഇറങ്ങുന്ന പരിപാടി ഇല്ല. ഇവിടെ വരിക. ഇപ്പൊ മൂപ്പര് വന്നിട്ട് ഇപ്പൊ 4 ദിവസമായി. 2 ദിവസം മൂപ്പര് ക്ലീനിങ് അതുപോലെ തന്നെ തീറ്റ വെക്കല് കാര്യങ്ങള്. അതിന് ശേഷം ഇപ്പൊ 4ാമത്തെ ദിവസം മൂപ്പര് ഇപ്പൊ മിഷൻ വെക്കാൻ സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഒരു പുതിയൊരാൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ എന്നോട് വിളിച്ച് വന്നിട്ട് 20 പശു തുടങ്ങണം 30 പശു തുടങ്ങണം പറഞ്ഞാലും നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കായാലും നേരെ വന്നിട്ട് ആദ്യം നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ കൂടെ ഉണ്ട്. എന്റെ കുറെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡല്ല ഒരിക്കലും ഈ പശുഫാം എന്നുള്ളത്. എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് ഇറങ്ങി വരാൻ പറ്റും. അപ്പൊ ഒരുപാട് പേര് പല രീതിയിലുള്ള വലിയ കോടീശ്വരന്മാർ വരെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, സാഹചര്യങ്ങൾ പറഞ്ഞു. അവരെ കൊണ്ടായാലും ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു നേരം നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാതെ ഒരിക്കലും പോസിബിൾ അല്ല ഈ ഫീൽഡ്. അതായത് ഒരു 6 മാസമെങ്കിലും നമ്മള് ആദ്യം ഇതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ ഒരാളെ പണിക്ക് വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പണി പഠിച്ചാ? പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു പ്രത്യേകം
പശു വളർത്തലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വളർത്തലും കാര്യങ്ങളും പരിപാലനങ്ങളുമാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങിയാൽ മതിയല്ലോ അല്ലേ? പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി ചെയ്താൽ ചാണാൻ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞിട്ട് പ്രശ്നമില്ല. കറവയും ചാണാങ്കോരലും പശുവിന്റെ അസുഖങ്ങളും എല്ലാം എന്തൊക്കെ വരുന്നുള്ള പഠിച്ചിട്ട് തന്നെ തുടങ്ങാം അല്ലേ? ഇതുവരെ പശു വളർത്തിയിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഹൈബ്രിഡ് പശുക്കളൊന്നുമല്ല, ചെറിയ നാടൻ പശു, നാട്ടിലെ പശുക്കളെ. നാടൻ പശുക്കളായി. ഇതേപോലുള്ള ഹൈടെക് പശുക്കളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നന്നായിട്ട് നടക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ. അർഷാദെ, അതുപോലെ ഈ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരോട് അർഷാദിന്റെ ഒരു എക്സ്പീരിയൻസ് ചുരുക്കി എന്ന് പറയാം. ഇറങ്ങി പണിയെടുക്കാന്നുണ്ടെങ്കിലും ഇറങ്ങി പണിയെടുക്കാനല്ല, ഇതിനോടൊരു താല്പര്യമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റിയ ഫീൽഡാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് കയ്യിൽ ചാണകവും മൂത്രവും വെള്ളവും ആകും ഉറപ്പായിട്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രം പറ്റിയ പണിയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ഇതിനോട് നമ്മളിത് പൈസ മാത്രം ക്യാഷ് മാത്രം കണ്ട ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു പോസിബിൾ അല്ല. സത്യം പറഞ്ഞു വെച്ചാൽ ഇതിനോടൊരു പാഷനോ എവിടെയെങ്കിലും ഇതിനോടൊരു താല്പര്യം, ഒരു 2 കോഴിയെങ്കിലും ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെയുള്ളവർക്കാ ഇത് കാര്യമുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ നല്ല പണി നമ്മൾ ഇറങ്ങി പണിയെടുക്കുക എന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ബിസിനസ്സും കാട്ടി നല്ലതാണെന്നാ ഞാൻ പറയുള്ളൂ. നമ്മളിപ്പോ ഒരു തുണിക്കട അല്ലെങ്കിൽ ചെരുപ്പ് കട എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് ഒരാൾ വന്ന് മേടിച്ചാലാണ് ലാഭവും നഷ്ടവും നമുക്ക് അവിടെ തീരുമാനിക്കാനുള്ള സോഴ്സ്. ഇത് നമ്മളിപ്പോ എത്ര ലിറ്റർ പാലുണ്ടെങ്കിലും മിൽമ മേലെ വിൽക്കുന്നത് വേറെ, മിൽമേൽ കൊടുത്ത് മാന്യമായിട്ട് പോയിട്ട് എത്ര ലിറ്റർ ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ലിറ്റർ പ്രൊഡക്ഷൻ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കോമ്പറ്റീഷനും ഇവിടെ ഇല്ല. റെഡിയിൽ എടുക്കാനും ക്രെഡിറ്റ് ഇല്ലാതെ പേയ്മെന്റ് വരാനുള്ള ഒരു സോഴ്സ് ഇതിൽ മാത്രമേ ഉള്ളൂ. ബൈ പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 2000 ലിറ്റർ ഒക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് എത്രത്തോളം പാല് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അതിപ്പോ എല്ലാവരും ചിന്തിക്കേണ്ട കേസാണ്. 5 പശു എടുക്കുമ്പോഴത്തേനും മൈൻഡില് നമുക്ക് അത് ചെയ്യണം, അതിനു വേണ്ടി 2 ലക്ഷം മുടക്കി ആ ഒരു മെഷീൻ എടുത്ത് ഈ ഒരു മെഷീൻ പലരും നഷ്ടത്തിൽ പോണ ഇതാണ്. കുറച്ച് ക്യാഷ് കയ്യിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയും, പലരും ഒരു 10 പശു എടുക്കുമ്പോഴത്തേനും അവിടെ ഒരു ഐസ്ക്രീമിനുള്ള ഒരു മെഷീൻ, ഇവിടുന്ന് മറ്റേ ഐസ്ക്രീമായിട്ടുള്ള പാക്കിങ്ങിന്റെ മെഷീൻ, പശുവിനെ കാട്ടി ഇൻവെസ്റ്റ് ഇവിടെ ഈ സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ പാക്കിംഗ് ആക്കാനും സെക്കൻഡുകളും മതി. അത് കഴിഞ്ഞിട്ട് സെയിൽ എന്നുള്ളൊരു സംഭവം അപ്പുറത്ത് വേറെ കിടക്കുന്നുണ്ട്. അതിലേക്ക് ആരും എത്തുന്നില്ല. ഇതെല്ലാം പക്ഷെ അത് അങ്ങനെയൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകർ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ ഇപ്പം നമ്മൾ പാലാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അത് കാര്യങ്ങൾ പഠിച്ച് മെല്ലെ 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 ആയിട്ട് ഓരോ ഭാഗത്തേക്ക് തിരിയണമായിരിക്കും. അല്ലാതെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ 100 കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരിക്കലും ഇതിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം ഇപ്പോൾ സൊസൈറ്റിയിലാണെങ്കിൽ സൊസൈറ്റി, അല്ലെങ്കിൽ കുറച്ച് ലോക്കൽ സെയിലാണെങ്കിൽ ലോക്കൽ സെയിൽ, ഇത് മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് അത് നമ്മൾ ട്രാക്കിലേക്ക് വന്ന ശേഷം അതിനനുസരിച്ച് മാത്രം നമുക്ക് കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇതിനടുത്ത് തന്നെ ഇപ്പോൾ എൻ്റെ ബ്രദർ വന്നിട്ട് മെഡിക്കൽ റെപ്പാണ്. ഞങ്ങൾ 2 ആൺപിള്ളേരാണ്, 2 ആൺകുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ ഏട്ടൻ മെഡിക്കൽ റെപ്പാണ്, വെറ്റിനറി തന്നെ. അതേ പറഞ്ഞാൽ മൂപ്പര് 10-12 വർഷത്തോളമായിട്ട് വെറ്റിനറിയില്ല. അപ്പോൾ മൂപ്പരുടെ ഈ ഫാഷൻ ടോണിക്കും മെഡിസിനൊക്കെ കൊടുക്കാൻ ഞാൻ ഓരോ ഫാമുകളിൽ പോകും. നമുക്ക് പണ്ടേ ഇതിനോട് താല്പര്യമുണ്ട് ഗൾഫിലാകുമ്പോൾ തന്നെ. അപ്പോൾ പണ്ട് മുതലേ ഫാമുകളിലൊക്കെ പോയി അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയും, ഞാൻ പറയാം ഈ ഭാഗത്തുള്ളവരൊക്കെ അവർക്കൊക്കെ കണ്ടു പറ്റിയ ഒരു TVS Excel വണ്ടി, അതേപോലെ തന്നെ അവർക്ക് 2 ഏക്കർ സ്ഥലവും തെങ്ങും തോപ്പും പശുക്കളായിരിക്കും. പക്ഷെ അവരുടെ അക്കൗണ്ടിൽ പൈസ എത്ര ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് നമ്മളെ പോലെ ചിലവില്ല. നമ്മൾ ടൗൺ വെച്ചാകുമ്പോൾ നമുക്ക് വൈകിട്ടൊന്ന് കറങ്ങണം. അവർക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അവരുടെ കാട് പശുക്കള് ആ ഒരു ലെവലാണ്. അപ്പോൾ അന്ന് മുതലേ നമുക്ക് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇതിനോട്. സാഹചര്യത്ത് വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിപ്പോ ഈ രീതിക്ക് നമ്മൾ വിചാരിച്ചു. ഈ പറഞ്ഞ ചേട്ടന് ഇപ്പോ 5 മാസമായി. എന്റെ സ്വന്തം ഏട്ടൻ മൂപ്പര് കമ്പനിയിൽ ഇറങ്ങി എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചിന്തിക്കണ്ട. 2 സ്റ്റാർട്ട് ചെയ്തതാണ്. 5 മാസത്തിൽ 9 പശുക്കളെ മൂപ്പർക്ക് റെഡിയിലായിട്ടുണ്ട്. 9 പശുവിൽ 5 മാസം ആയില്ല. അതായത് ഒറ്റയടിക്ക് എടുത്തല്ല കേട്ടോ, 2 ആദ്യം കൊടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ 2 അങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം മൂപ്പര് 168 ആ ഒരു ആവറേജ് മിനിമം പാല്. എല്ലാ കൂടുതൽ കറങ്ങിയ പശുക്കളെ മൂപ്പര്, അതായത് മൂപ്പര് ഇത് ചെയ്യുമെന്ന് തന്നെ എനിക്ക് മടിയായിരുന്നു. മൂപ്പരിന്റെ ഒരു ഇൻസൈഡ് ചെയ്ത് രാവിലെ വർക്കിന് പോകും. അങ്ങനെ എനിക്ക് ഉള്ളിൽ ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ഇറങ്ങിയപ്പോ ഇപ്പൊ പണിക്കാരും ഇല്ല, ഒന്നുമില്ല. മൂപ്പരുടെ കാര്യങ്ങൾ മൂപ്പര് ചെയ്യുന്നത് തനിച്ചും. അതായത് നമ്മള് കറക്റ്റ്, അതായത് നമുക്ക് ഈ ലൈൻ അറിയാലോ, അത് ട്രാക്ക് പിടിച്ചാൽ കറക്റ്റ് രാവിലെ മൂപ്പര് 3:30 വരും. കറക്റ്റ് രാവിലെ 5:45 6 മണിയാകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തും ആള്. പിന്നെ ആ 6 മണി കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്തത് വരുന്നത് ഉച്ചക്ക് 2:30 2:30 വന്നു വെച്ചാൽ
ഒരു 4:30 to 5 മണിയാകുമ്പോഴത്തേക്കും ആള് സീരിയസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ രാവിലെ വരുമ്പോ അവിടെ കൂട്ടിട്ടായിരിക്കും, 2:30 അത് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ വരും. 4:30 to 5 മണിയാകുമ്പോൾ പരിപാടി അവിടെ കഴിയും. അത് ചിന്തിക്കണം, ഇത്രയേ ഉള്ളൂ ഈ ഒരു പശുവിന്റെ ഫീൽഡ്. എന്താണ് നമ്മൾ നോക്കുന്ന അങ്ങനെ രീതിക്ക് ആയിരിക്കണം. അസുഖങ്ങളാണ് ഇതിന്റെ മെയിൻ. നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഒരിക്കലും ഇതിന് സക്സസ് ആവത്തില്ല. അതായത് ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് വരില്ല. മനുഷ്യന്മാരുടെ ജീവന് വരെ ഇപ്പൊ നമുക്ക് എന്താണ് ആരുടെ ജീവന് നമുക്ക് വില കൽപ്പിക്കാൻ പറ്റും. പിന്നെ ഇവരെ പറയാനറിയാത്ത ഇവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. എല്ലാവിധ ആശംസകളും. തീർച്ചയായും.